ഷീദ് പണിക്ക, അഡ്വക്കേറ്റ് ആസഫ് അലിയുടെ വാദം, അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സമയത്ത് വിട്ടുപോയതാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഉൾപ്പെടുത്താൻ എന്നുള്ളതാണ്. മാത്രമല്ല, ജനതാ പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ, BJP സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഇന്ന് RSS സർ കാര്യവാഹ് ഉന്നയിച്ച ആവശ്യം അത് എന്തുകൊണ്ട് അവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നോക്കൂ, ഇത് വളരെ രസകരമായ കൗതുകകരമായിട്ടുള്ള കുറേ വാദങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. യാദൃശ്ചികമായി അദ്ദേഹം അവിടെ ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്ന ആദ്യത്തെ അമെൻമെന്റിനെ പറ്റി പറഞ്ഞു, റിസർവേഷനെ പറ്റി പറഞ്ഞു. പക്ഷേ റിസർവേഷൻ മാത്രമായിരുന്നില്ല ആദ്യത്തെ അമെൻമെന്റിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രമേഷ് താപ്പർ എന്നൊരാള് മദ്രാസ് ഗവൺമെന്റിനെതിരെ കൊടുത്തിരുന്ന 1950 ഒരു കേസ്, ഒപ്പം ബ്രിജ്ഭൂഷൺ ഡൽഹി ഗവൺമെന്റിനെതിരെ കൊടുത്തിരുന്ന ഒരു കേസ്. ഈ രണ്ട് കേസുകളിലും ഈ കേസ് കൊടുത്തിരുന്ന ആൾക്കാരാണ് ജയിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്താൻ അതാത് സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നാണ് കോടതി വിധിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും പറയുമ്പോൾ, കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും പറയുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ പ്രസ് സെൻസർഷിപ്പ് പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞപ്പോൾ, അതിന് ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കോടതി പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആർട്ടിക്കിൾ 19(1) ഉണ്ടായിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ക്ലോസുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് ഇതേ ഒന്നാം ഭേദഗതിയിൽ കൂടിയായിരുന്നു. അത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. രണ്ട്, ഇവിടെ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകളിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് എന്നോ സെക്യുലർ എന്നോ എഴുതിയില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അത് ഒരു ആഫ്റ്റർ തോട്ടായിരുന്നോ അതോ അന്ന് ആ തോട്ട് ഇല്ലായിരുന്നോ, ഈ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകളിലേക്ക് പോകണം. എക്സ്റ്റെൻസീവായിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് ഈ സെക്യുലർ പ്രിൻസിപ്പിൾ ആണെങ്കിലും സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണെങ്കിലും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അംബേദ്കർ തന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഭരണഘടനയിലുള്ള എല്ലാ പ്രൊവിഷനുകളിലും സോഷ്യലിസവും ഈ സെക്യുലറിസവും എല്ലാം അടങ്ങിയിരിപ്പുണ്ട്, അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതാണ്. അങ്ങനെ ഉൾച്ചേർത്തിരിക്കുന്ന തത്വങ്ങളെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിലേക്ക് എഴുതി ചേർക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ തോട്ട്ഫുള്ളിയാണ് നമ്മൾ ഇതിന്റെ പ്രിയാമ്പിളൊക്കെ തന്നെ ഡിസൈൻ ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായ തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ എല്ലാ ക്ലോസുകളും, അത് വേണമെങ്കിൽ ഉദാഹരണ സഹിതം പറയാൻ കഴിയും, അങ്ങനെയുള്ള എല്ലാ ക്ലോസുകളിലും സെക്യുലറിസം അണ്ടർലൈങ് ആണ്, അതേപോലെ തന്നെ സോഷ്യലിസം അണ്ടർലൈങ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതേണ്ടതില്ല. നമ്മൾ വീണ്ടും അല്ലെങ്കിൽ ചോദിക്കേണ്ടി വരും, ഇവിടെ പറഞ്ഞില്ലേ ഈ 106 അമെന്റ്മെന്റുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇത്രത്തോളം തെറ്റുപറ്റിയോ അതോ അവർക്ക് ദീർഘവീക്ഷണം ഇല്ലായിരുന്നോ എന്നൊക്കെ ആൾക്കാർ സംശയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 1975 42ാം അമെന്റ്മെന്റ് എഴുതി ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളല്ലോ ഈ ഭരണഘടന നമുക്ക് കിട്ടിയതിന് ശേഷം. അപ്പൊ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള തോട്ടും ഇല്ലാതിരുന്നിട്ടാണോ അന്ന് അങ്ങനെ വന്നത്? അങ്ങനെയല്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല എന്നുള്ളതാണ്. നമ്മളൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല. നമ്മുടെ സമീപത്തുള്ള പല രാജ്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊരു സ്റ്റേറ്റ് റിലിജിയൻ ഇല്ല. അത് വളരെ തോട്ട്ഫുള്ളി ചെയ്തിരുന്നതാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ് എന്നും ഇവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള വിഭാഗം ഹിന്ദുക്കളാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് റിലിജിയൻ വേണ്ട എന്നൊന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് ഇവിടെ സെക്യുലർ ആണ് എന്ന് എഴുതി ചേർക്കേണ്ടതില്ല. ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ സോഷ്യലിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, സെക്യുലറിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കൂടി നമുക്ക് പറയാൻ കഴിയുന്നതാണ് ആർട്ടിക്കിൾ 14, ഇന്നത്തെ ആർട്ടിക്കിൾ 14 ആയിട്ടുള്ള ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ. എല്ലാ ആൾക്കാരെയും, നിങ്ങൾ ഏത് മതവിഭാഗത്തിലുള്ളതാണെങ്കിലും, നിങ്ങൾ ഏത് ലിംഗത്തിലുള്ളതാണെങ്കിലും, നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് സമത്വമുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള സമത്വമാണ്, നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങളുടെ ഫെയ്ത്തിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിന്റെ നിഷ്ഠകൾക്കനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ടെനറ്റ്സ് ഓഫ് യുവർ റിലിജിയൻ നിങ്ങൾക്ക് അതിനെ പ്രാക്ടീസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫ്രീഡം ഓഫ് റിലിജിയൻ നിങ്ങൾ കൊടുക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ കൺസിഡർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതില് നമ്മൾ ഉപ്പെടുത്തു വെച്ചതിന് ശേഷം ഇതിന് ഉപ്പുണ്ട് എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് അന്ന് അവർ ചെയ്തിരുന്നത്. കാരണം ഉപ്പിന് ഉപ്പ് രുചിയാണ് അതിനെ ഉപ്പാക്കി മാറ്റുന്നത്. അതുകൊണ്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിനെ എഴുതണ്ട എന്ന് തീരുമാനിച്ചു. ഇതേപോലെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ നോക്കിക്കോളൂ. ഇന്നത്തെ ആർട്ടിക്കിൾ 38 എന്താണ് അതിൽ പറയുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ചെയ്യുന്നത്? ഇനിക്വാലിറ്റി ഇൻ ഇൻകം, അതിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ വിഭവങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്നതിന് ഗവൺമെന്റ് സ്ട്രൈവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ
അവർക്ക് ലഭ്യമാകുന്ന ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ, അവർക്ക് ലഭ്യമാകുന്ന അവസരങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസമത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ അസമത്വം ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസമാണ്. അതേപോലെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമല്ല, കൂട്ടായി ഒരു വ്യക്തികളുടെ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആ ഗ്രൂപ്പിന് പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ബാധകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ഓർഡർ ആണ്. കാരണം നിങ്ങൾക്ക് ജസ്റ്റിസിന്റെ കാര്യത്തിലാണെങ്കിൽ, നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, സാമൂഹ്യമായിട്ടുള്ള അവസ്ഥയുടെ കാര്യത്തിലാണെങ്കിൽ, രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെങ്കിൽ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആർട്ടിക്കിൾ 38 വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സസിന്റെ കാര്യം പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഓണർഷിപ്പ്, എങ്ങനെയാണ് അതിന്റെ നിയന്ത്രണം, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാർക്കും ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് എന്നാണ് ആർട്ടിക്കിൾ 39. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഉള്ളതാണ്. അതിനർത്ഥം നമുക്കിവിടെ പ്രത്യേകമായി ഒരു പ്രത്യേക എക്കണോമിക് സിസ്റ്റത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, സോഷ്യലിസ്റ്റ് രീതിയിലാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട് പോലും പാർലമെന്റിൽ ചർച്ചകൾ ഉണ്ടായിരുന്ന സമയത്ത് BR അംബേദ്കർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനെ നയിക്കേണ്ടുന്ന, നിയന്ത്രിക്കേണ്ടുന്ന, നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ടുന്ന സാമ്പത്തിക മോഡൽ എന്തായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കേണ്ടതില്ല. കാരണം അത് കാലത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ കാലവും സോഷ്യലിസ്റ്റ് ആയിരിക്കും എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ തീരുമാനിക്കേണ്ടതില്ല. പക്ഷെ അന്നത്തെ രാജ്യത്തിന്റെ ആവശ്യം സോഷ്യലിസം ആയിരുന്നു, വലിയ ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അതിൽ ഇടപെടണം എന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള പ്രൊവിഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ അതിനർത്ഥം ഇൻഹറന്റ് ആയിട്ട് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെ ഫേവർ ചെയ്യുന്നു എന്ന അർത്ഥമില്ല. നേരത്തെ ഈ പറഞ്ഞതുപോലെ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോളിസി അല്ല നമ്മൾ സ്വീകരിക്കുന്നത്, മറിച്ച് സർവ്വമത സമഭാവമാണ്. എല്ലാ ആൾക്കാരെയും നമ്മൾ ഒരേപോലെ കാണുന്നു, എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഏറ്റവും വലിയ പോപ്പുലേഷൻ ആയിട്ടുള്ള ഹിന്ദു പോപ്പുലേഷനും ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ആയിട്ടുള്ള സ്വരാഷ്ട്രീയനിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും നമ്മൾ ഒരേ തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാ കാര്യത്തിലും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചുകൊണ്ട് നെറ്റിക്ക് എഴുതി ഒട്ടിച്ച് സെക്കുലർ ആകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 42ാം അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്? 42ാം അമെന്റ്മെന്റ് വന്നിരിക്കുന്നതിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് എന്നുള്ള ഒരു പേര് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് അവർ ചെയ്തിരുന്ന പല നടപടികളെയും ന്യായീകരിക്കുന്നതിന്റെ കൂടി ആവശ്യമായിട്ട് ഒരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് വെക്കുന്നത്. കാരണം ഇവിടെ നാഷണലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, ലാൻഡ് റിഫോംസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറേയധികം സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാരും ചോദ്യം ചെയ്യാതിരിക്കാൻ സോഷ്യലിസ്റ്റ് എന്നൊരു കാര്യം ഇവിടെ എഴുതി വെച്ചു. ആൾക്കാർക്ക് ഈ രീതിയിലത്തേക്ക് ഒരു വിവേചനപരമായിട്ട് പെരുമാറുന്നില്ല എന്ന രീതിയിലത്തേക്ക് ബോധ്യം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് സെക്യുലർ എന്ന് എഴുതി ചേർത്ത് വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത് വേണ്ട, ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ എഴുതി വെക്കേണ്ടതില്ല എന്ന് അംബേദ്കറും നെഹ്റുവും കൂടി ഇരുന്നിരുന്ന ഒരു സഭ, നമ്മളെപ്പോഴും മഹാരഥന്മാരെ പറ്റി പറയുമ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ടാണല്ലോ പറയുക. അപ്പൊ അംബേദ്കറും നെഹ്റുവും കൂടി ഇരുന്നിരുന്ന ഒരു സഭ ഇങ്ങനെ പ്രത്യേകമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതി വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം പിന്നീട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ ഭരണം ഏകപക്ഷീയമായി പിടിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കറുത്ത ഇടിലേക്ക് തള്ളിവിടുന്ന ഭരണം നടത്തിയിരുന്ന സമയത്ത് ഇതിനെയെല്ലാം അവിടെ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നപ്പോ ഇതിൽ ഏതാണ് ഏറ്റവും വലിയ മഹാരഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും അംബേദ്കറിനും നെഹ്റുവിനും ഒപ്പം തന്നെയാണ്. അത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സഭയാണ്, എല്ലാ ആൾക്കാർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സഭയിലാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നത്. അതല്ലാതെ പ്രതിപക്ഷം അവിടെ ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കുന്ന, ഏകപക്ഷീയമായി ബില്ല് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് അത് ഒപ്പിട്ട് വാങ്ങാവുന്ന, എനിക്ക് അധികാരം അല്ലെങ്കിൽ എന്റെ അധികാരം കവർന്നെടുക്കുന്നതിന് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ സർക്കാർ സംവിധാനത്തിനെയോ എന്റെ സൈന്യത്തിനെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇലക്ഷൻ വേദികൾ ഞാൻ നിർമ്മിച്ചിരിക്കുന്ന, ഞാൻ എന്റെ സെർവിംഗ് ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ എന്റെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എന്റെ തെരഞ്ഞെടുപ്പിനെ ഒരു കോടതി ഈ നാട്ടിൽ അസാധുവാക്കുന്ന സമയത്ത് അധികാരം പിടിച്ചെടുക്കുന്നതിന്, കൈപ്പിടിയിൽ ഒതുക്കുന്നതിന്, അസേർപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമത്തിനെ എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറെ പ്രൊവിഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതിൽ എന്തുകൊണ്ട് കുറെ കാര്യങ്ങൾ അണ്ടുവായി, എന്തുകൊണ്ട് കുറെ കാര്യങ്ങൾ അവിടെ നിന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇന്ദിരാഗാന്ധിക്ക് അവർ ചെയ്തിരുന്ന തെറ്റിന്റെ ശിക്ഷ പോലും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ പിന്നീട് വരുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ഇതിനെ ഇവിടെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്ന് മാത്രമല്ലല്ലോ, അവർക്ക് ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാനല്ലേ. 6 വർഷത്തേക്ക് അവർക്കുണ്ടായിരുന്ന ഒരു അയോഗ്യതയില്ലേ? പിന്നീട് വന്നിരിക്കുന്ന ആൾക്കാർ പോലും അതിനെ മൈൻഡ് ചെയ്തില്ലല്ലോ. ടൈം ലാപ്സായി പോയെങ്കിലും അധികാരത്തിന് ശേഷം അത് വേണമെങ്കിൽ അവർക്ക് നടപ്പാക്കാമായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. അതൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ റോങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റോങ് പിന്നീട് വന്ന ആൾക്കാർ എന്തുകൊണ്ട് റൈറ്റ് ആക്കിയില്ല എന്നുള്ളതല്ല ചോദ്യം. റോങ് ഈസ് ഓൾവേസ് റോങ്, റോങ് ക്യാൻ ഓൾവേസ് ബി കറക്റ്റഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ അന്ന് മാറ്റണോ ഇന്ന് മാറ്റണോ എന്നൊന്നുമില്ല. അന്ന് മാറ്റിയതുകൊണ്ട് എന്താ വ്യത്യാസം? ഞാൻ ചോദിക്കുന്നത്, 50 കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് അത് ഈ പ്രശ്നം ഉണ്ടായി. നമ്മൾ 45 കൊല്ലം മുമ്പ് അത് മാറ്റണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് മാറ്റരുത് എന്നർത്ഥമില്ല. ഞാൻ പറഞ്ഞത്, ഈ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സെക്യുലർ എന്ന പേരില്ലാതെയും നമ്മുടെ രാജ്യം അങ്ങനെ തന്നെ ആയിരുന്നു നിലനിന്നിരുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ജവഹർലാൽ നെഹ്റുവും
പിന്നെ നമ്മുടെ ഭീംറാവു അംബേദ്കറും ചേർന്നെടുത്തിരുന്ന ആ തീരുമാനമാണ്, ആ സഭയുടെ മൊത്തത്തിലുള്ള തീരുമാനമാണ്. അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് സെക്യുലർ ആയി എന്നോ എഴുതി വെച്ചത് കൊണ്ട് സോഷ്യലിസ്റ്റ് ആയി എന്നോ അർത്ഥമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസിനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നിടത്താണ് എക്കണോമിക് റിഫോംസ് ആണെങ്കിലും സ്ഥിതി സമത്വമാണെങ്കിലും മത സ്വാതന്ത്ര്യമാണെങ്കിലും നമ്മൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത.